ആലപ്പുഴ ചെങ്ങന്നൂരിലെ ഇടനാട്ടിൽ പന്നിശല്യം രൂക്ഷം. ഇടനാട് ചള്ളാരിപ്പാടത്ത് കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങി കൃഷി നശിപ്പിച്ചു. 3 ഏക്കറിലധികം സ്ഥലത്തെ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ഓണം പ്രതീക്ഷിച്ച് ലക്ഷങ്ങൾ മുടക്കി ഞങ്ങൾ കൃഷി ചെയ്തതാണ്. ഈ കൃഷിയുടെ വിളവെടുക്കേണ്ട സമയമായപ്പോഴത്തേക്ക് പന്നിയുടെ ശല്യം കൂടുകയും കപ്പയും കാച്ചിലും ചേനയും ചേമ്പും ഏത്തവാഴയും അതുപോലെ തന്നെ തെങ്ങും തയ്യും എല്ലാം തന്നെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതാണ് ഇത് നശിപ്പിച്ചിട്ട് പോകുന്നത്. ഇടനാട് സ്വദേശികളായ സുരേഷ് കുമാർ, ശശിധരൻ പിള്ള, ഉത്തമകുമാർ എന്നീ കർഷകർ പാട്ടത്തിനെടുത്ത 3 ഏക്കറിലധികം സ്ഥലത്തെ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. പന്നികൾ കൂട്ടമായി എത്തി 20 ഏത്തവാഴകളും 40 മൂട് കപ്പയും ചേനയും ചേമ്പും തെങ്ങിൻ തൈകളും ഉൾപ്പെടെ നശിപ്പിച്ചു. 1 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചതെന്ന് കർഷകർ പറയുന്നു. 3.5 ഏക്കർ സ്ഥലം ഞങ്ങൾ 3 കൂട്ടരോട് എടുത്ത് കൃഷി ചെയ്യുന്നതാണ്. ഞങ്ങളുടെ 3 കൂട്ടരും കണ്ടവനെല്ലാം ഭയങ്കര നാശമുണ്ട്. ചീമച്ചേമ്പ്, കപ്പ, കാച്ചില്, ചേന, വാഴ, ഇങ്ങനെയുള്ള കിഴങ്ങ്, കാച്ചില് എല്ലാ സാധനങ്ങളും കാര്യമാണ്. ഇങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ കൃഷിയെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഞങ്ങൾ കൃഷി നിർത്താനുള്ള ഇതിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. വർഷങ്ങളായി പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് ഇവർ കൃഷി ചെയ്തു വരുന്നത്. കാട്ടുപന്നികളുടെ ശല്യം മുൻകാലത്ത് ശക്തമായപ്പോൾ പ്രതിരോധത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായതെന്ന് കർഷകർ പറയുന്നു. ലൈസൻസ് ഉള്ള ഷൂട്ടർമാരില്ലാത്തത് കാരണം കാട്ടുപന്നികളെ തടയാൻ കഴിയുന്നില്ല. വനം വകുപ്പിൽ നിന്നുള്ള ടാസ്ക് ഫോഴ്സിന് മാത്രമേ കർഷകരെയും ജനങ്ങളെയും സഹായിക്കാനാകൂ എന്ന് വാർഡ് കൗൺസിലർ മനീഷ് പറഞ്ഞു. കാട്ടുപന്നികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനു പുറമെ രാത്രികാലത്ത് ആളുകളെ ആക്രമിക്കുന്നതും പതിവാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.